ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്, അവരുടെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? രണ്ട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെഡേക്ക് ആൻഡ് ലോസ് വന്നിട്ടുണ്ട്, ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ബാലൻസ്ഡ് അല്ല എന്നും, എന്നാൽ അവരുടെ ലൈഫിൽ അവർ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു കാർഡ് കൂടി എടുക്കാം, ഡിസ്കണക്റ്റ് ആൻഡ് ബൊറീഡം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ബോധോദയം വന്നതുപോലെ ഇവിടെ കാണുന്നുണ്ട്. അവയർനെസ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചതി നടന്നിട്ടുണ്ടാകാം, അത് ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നുണ്ടാകും. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നിട്ട് തന്നെ ആയിരിക്കാം ആ ഒരു ചതി സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിവിടെ മെയിൻലി കിട്ടിയിട്ടുള്ള കാർഡ്സുകളിൽ ഫസ്റ്റ് ഹെഡേക്ക് ആൻഡ് ലോസ് ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണിത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണലി ബാലൻസ്ഡ് അല്ല, അതായത് അവർ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒട്ടും ബാലൻസ്ഡ് അല്ല. അവർ ഇമോഷണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീല് ഈ പേഴ്സൺ ഇല്ല. ഓക്കെ, പക്ഷേ അവരുടെ ലൈഫിൽ ഇപ്പം സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇവർ അച്ചീവ് ചെയ്തെടുക്കുന്നുണ്ട്. ഫിനാൻഷ്യലി അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, അവർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരിക്കാം, അവരുടെ ആഗ്രഹങ്ങളായിരിക്കാം, അതൊക്കെ അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി അവർ ഓക്കെ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രം അവർ ഓക്കെ അല്ല, അവർക്കൊരു ഗുഡ് ഫീൽ കിട്ടുന്നില്ല. ഓക്കെ, ഒരു ഡിസ്കണക്ട് തോന്നുകയാണ് അവർക്ക്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു നിരസത തോന്നുക, ഒരു എന്താ പറയുക, ഒരു പ്രസൻസ് ഇല്ലായ്മ, ആരൊക്കെയോ ഇല്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുക, എന്തൊക്കെയോ കണക്റ്റഡ് അല്ല എന്നുള്ളൊരു തോന്നൽ വരിക, അതൊരു ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണത്. ഓക്കെ, ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അവരുടെ ഫീലിങ്സ് എന്താണ് ആൻഡ് തോട്ട്സ് എന്താണ്? നയൻ ഓഫ് വാണ്ട്സിൻ എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ വന്നത്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി, ഒരുപാട് ഓവറായിട്ട് ചിന്തിച്ചിരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരത്തില്ലേ, ആ രീതിയിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവർക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് ചിന്തിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു ആക്ഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പ് കാരണം അവർ മെൻ്റലി ബ്ലോക്ക് ആവുന്നതാണത്. അത് കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരിക, ഹെഡേക്ക് വരിക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയിലേക്ക് പോവുക, അങ്ങനെയുള്ള അവസ്ഥകൾ. മെൻ്റലി ഉള്ള ഇങ്ങനെയുള്ള തോട്ട്സ് കാരണം അവർക്ക് ഹെൽത്ത് വളരെ മോശമാവുന്നത് പോലെ. 4 ഓഫ് വാണ്ട്സിൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ മേ ബി ഒരു എൻഗേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം, ദെൻ മുടങ്ങിപ്പോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എൻഗേജ്മെൻറ്റോ മാരേജോ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഇഷ്ടത്തിലായതിൻ്റെ ശേഷം കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മാരേജ് പോസിബിലിറ്റി വരെ വന്നിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളായിരിക്കാം. സോ സെലിബ്രേഷനിലേക്ക് എത്തേണ്ട ആളുകളായിരുന്നു, പക്ഷെ അത് മിസ് ചെയ്ത് പോയൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക്, നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരേണ്ട ഒരു സമയം മിസ് ചെയ്ത് കളഞ്ഞതുപോലെയാണ് ഇവിടെ കാണുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ആൻഡ് സോൾമേറ്റ് എന്ന് പറയുമ്പം മേ ബി ടിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിരിക്കാം, ഒരു സ്പിരിച്വൽ യൂണിയൻ ആയിരിക്കാം. ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സഡൻ ബ്രേക്കപ്പ് സംഭവിച്ചതുപോലെയാണ് ഇവിടെ കാണുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി കൊടുക്കാതെ പെട്ടെന്നുള്ളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണായിട്ട് മൂവ് ഓൺ ചെയ്തതായിരിക്കാം. ഒരു എന്താണെന്നുള്ളത് ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ലായിരിക്കും. പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോകുന്നു, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കറൻ്റ്ലി ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് ഓർ
ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലെ ഒരു ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പേഴ്സണ് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, എന്താണ്? ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു റീബർത്ത് സംഭവിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു ഇന്നർ കോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾക്കായാലും ആ പേഴ്സൺ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റികൾ കിട്ടുക. ഓക്കെ, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇതിൽ യൂണിവേഴ്സ് തന്നെ ഇടപെടണം. നിങ്ങൾ തമ്മിൽ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടായിരിക്കാം ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു രണ്ടു പേർക്കും ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത്, ഇതാണ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇതാണ് എന്നുള്ള രീതിയിൽ രണ്ടുപേർക്കും മനസ്സിലാക്കി തരുന്നുണ്ടാകും. സോ അങ്ങനെ ഒരു ഫേസിലൂടെയാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് ഫോർഗീവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവനവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുക എന്നുള്ളതും. ഓക്കെ, അത് മനസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നേരിട്ടായിക്കോട്ടെ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം അത് നേരത്തെ നമ്മൾ കണ്ടു, റിയൂണിയൻ്റെ സാധ്യത നമ്മൾ കണ്ടു. അപ്പോൾ അത് ആ ഒരു ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു അടുത്തെത്തി. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഈ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾ എന്തെങ്കിലും ലെസൺസ് എടുത്തതായിട്ടോ അല്ലെങ്കിൽ ട്രൂത്തുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ്റെ ബോണ്ടിങ് മനസ്സിലാക്കാനായിരിക്കും. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ളത് ഇപ്പം ഈ പേഴ്സൺ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കണക്ഷൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് എത്രത്തോളം വരുന്നതാണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ പ്രസൻസ് ഇല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകും, അതായത് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളത് കാണുന്നുണ്ട്. പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് കാണുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് ആണ് ഇതെല്ലാം. അതായത് ഇമോഷണലി നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട് ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ. അത് ഒരു നമ്മളുടെ കൂടെ ഒരു സംഭവം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരാളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു കാര്യത്തിന് എത്രത്തോളം മിസ് ചെയ്യും. ആ ഒരു മിസ്സിങ് എനർജി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുണ്ട്. സോ അവർ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ജേർണി ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. 10 of Wands എനർജി ആണ്. ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് എക്സ്ട്രാ സ്ട്രെസ് ഓൾറെഡി അവർക്ക് ഉണ്ടാവുമായിരിക്കും. അതുപോലെ നല്ലൊരു ഹാർഡ് വർക്ക്, എല്ലാ കാര്യത്തിലും നല്ലോണം ഹാർഡ് വർക്ക് കൊടുക്കുന്ന ഒരാളായിരിക്കും. സോ അതിൻ്റെ റിസൾട്ട് എല്ലാം ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അതിലാകെ റിസൾട്ട് കിട്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഒഴിവായി പോവാത്തത് ഈ റിലേഷൻഷിപ്പിൽ മാത്രമാണ്. റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്തിട്ടും അവരുടെ ഒരു എക്സ്ട്രാ സ്ട്രെസ് അവർക്ക് പോകുന്നില്ല. മീൻസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടോ അവരുടെ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടോ ആയിരിക്കാം. എല്ലാ കാര്യത്തിലും ഓക്കെ ആകുമ്പോഴും ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കെ ആവാത്ത ഒരു എനർജി ഉണ്ട്. അത് അവരുടെ ഒരു സ്ട്രെസ്സാണ് കാണുന്നത്. ഓക്കെ, 7 of Swords എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ ഫ്രോഡ് പോലെ ആക്ട് ചെയ്തതുപോലെ കാണുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഇതിൽ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. കാരണം ഇപ്പം നമ്മൾ അവരുടെ എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ പേഴ്സൺ ഇപ്പം അന്ന് നഷ്ടമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ മെയിനായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതുകൊണ്ടായിരിക്കാം. തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരൂലായിരിക്കാം. ഓക്കെ, അപ്പം ഇതവർക്കറിയാം. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ അത്രത്തോളം വരില്ല എന്നുള്ളത് ഇവർക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പറായിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫൈനലി പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡാണ് കിട്ടിയത്. ഇത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണ്. അവർക്ക് ഇതിലെല്ലാ കാർഡ്സിലും തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഓക്കെ ആവുന്നത് പോലെ കാണുന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രെസ്സ് കുറയാത്തതും അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ
ഇവരുടെ ആഗ്രഹമാണത്. ഓക്കെ, ഇവർ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ഈ പേഴ്സൺ വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മാനിഫെസ്റ്റേഷനായിട്ട് മേ ബി നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പെട്ടെന്നുള്ള മിസ്സിങ് എനർജി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ, ഈ ഇൻഫർമേഷൻ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഈ പേഴ്സൻ്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇവർ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഒരേ ഒരു കാര്യം മാത്രമാണ് അവരുടെ കയ്യിലില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങളെ ഇൻഫോം ചെയ്യായിരിക്കും, നിങ്ങളെ എന്തായാലും കോണ്ടാക്ട് ചെയ്യും എന്നുള്ളത് കാണുന്നുണ്ട്. നമുക്കിവിടെ സോഡിയക് സൈനുകൾ നോക്കാം. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, അക്യൂറിയസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സോഡിയക് സൈനുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിയൂണിയൻ പോസിബിലിറ്റി, അതുപോലെ കോൾ ചെയ്യുക, മെസ്സേജ് വരിക, ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക, അവരെ ആക്ഷൻ എടുക്കുന്നത്, അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യാം കേട്ടോ.